കവറ്റ് ക്ലാസസിന്റെ 199 രൂപ വിലയുള്ള SSC GD കോൺസ്റ്റബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ടൈം ഓഫറായ 99 രൂപയ്ക്ക് ലഭ്യമാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി കവറ്റ് ക്ലാസസ് എന്ന് സെർച്ച് ചെയ്യൂ, ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, സ്റ്റോറിൽ കയറി ടെസ്റ്റ് സീരീസ് ഇപ്പോൾ തന്നെ പർച്ചേസ് ചെയ്യൂ. SSC GD കോൺസ്റ്റബിൾ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കും. കവറ്റ് ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ SSC GD ക്വസ്റ്റ്യൻസ് ആണ്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് പൊളിറ്റി എന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ദ സൈമൺ കമ്മീഷൻ വിച്ച് വാസ് സെൻഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെന്റ് വാസ് ബോയ്കോട്ടഡ് ബിക്കോസ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിലേക്ക് അയക്കുമ്പോൾ ഇന്ത്യക്കാർ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കുകയാണ് ഉണ്ടായത്. അതിന്റെ പ്രധാന കാരണം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. Option A, the commission curbed financial independence of India. Option B, the commission did not have any Indian member. Option C, there were differences amongst the members. Option D, it gave special powers to the princely states. ഇതിന് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി ആണ്. The commission did not have any Indian member. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രശ്നങ്ങളെ പറ്റി പഠിക്കാനായി ഇന്ത്യയിലേക്ക് ഒരു കമ്മീഷൻ അയച്ചു, അതാണ് സൈമൺ കമ്മീഷൻ. ആ സമയത്ത് ആ കമ്മീഷനിൽ ഒറ്റ ഇന്ത്യക്കാർ പോലും അംഗമായിരുന്നില്ല. അതുകൊണ്ടാണ് ഇന്ത്യ സൈമൺ കമ്മീഷൻ ബഹിഷ്കരിക്കാനുണ്ടായ പ്രധാന കാരണം. ഇനി നമുക്ക് സൈമൺ കമ്മീഷനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. സൈമൺ കമ്മീഷൻ വാസ് ഫോംഡ് ഇൻ 1927 ടു റിപ്പോർട്ട് ഓൺ ദ കണ്ടീഷൻ ഓഫ് ഇന്ത്യ അണ്ടർ ഇറ്റ്സ് ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ. 1927 സൈമൺ കമ്മീഷൻ ഫോം ചെയ്യുന്നത്. ഇറ്റ് അറൈവ്സ് ഇൻ ഇന്ത്യ ഓൺ 3rd February 1928. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിയ വർഷവും ആ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് വിവിധ SSC എക്സാമുകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. സൈമൺ കമ്മീഷൻ അറൈവ്ഡ് ഇൻ ഇന്ത്യ ഓൺ 3rd February 1928. 1928 ഫെബ്രുവരി 3 സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത്. ഇറ്റ് കൺസിസ്റ്റഡ് ഓഫ് 7 ഇംഗ്ലീഷ്മെൻ ആൻഡ് സർ ജോൺ സൈമൺ വാസ് ഇറ്റ്സ് ചെയർമാൻ. 7 ഇംഗ്ലീഷ്മെൻ ആണ് ഉണ്ടായിരുന്നത്. സർ ജോൺ സൈമൺ വാസ് ഇറ്റ്സ് ചെയർമാൻ. അതുകൊണ്ടാണ് സൈമൺ കമ്മീഷൻ എന്ന പേര് കിട്ടിയത്. സൈമൺ കമ്മീഷൻ ഫോം ചെയ്യുന്ന സമയത്ത് 1927 മദ്രാസ് സെഷൻ ഓഫ് ദ കോൺഗ്രസ് passed the resolution to boycott the Simon Commission. ഏത് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഇത് ബോയ്ക്കോട്ട് ചെയ്യാനുള്ള തീരുമാനമെടുത്തത്? മദ്രാസ് സെഷൻ ആണ് ആ തീരുമാനമെടുത്തത് 1927. അന്ന് അതിന്റെ പ്രസിഡന്റ് ആയിരുന്നത് MA അൻസാരി ആയിരുന്നു. ആരായിരുന്നു? MA അൻസാരി. സൈമൺ കമ്മീഷൻ സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ 27th May 1930. 1930 മെയ് 27 സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുകയുണ്ടായി. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹു കോൾഡ് ഡാംസ് ആസ് ദി ടെമ്പിൾസ് ഓഫ് മോഡേൺ ഇന്ത്യ. ഡാമുകളെ മോഡേൺ ഇന്ത്യയുടെ അമ്പലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻ എ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഓപ്ഷൻ ബി സർദാർ വല്ലഭായ് പട്ടേൽ. ഓപ്ഷൻ സി ടി കൃഷ്ണമാചാരി. ഓപ്ഷൻ ഡി ജവഹർലാൽ നെഹ്റു. ആരാണ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയുടെ ഡാമുകളെ ഇന്ത്യയുടെ അമ്പലങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത്. ഓപ്ഷൻ ഡി. മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വേർ ഇൻകോർപ്പറേറ്റഡ് ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബൈ വിച്ച് അമെൻമെന്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു അമെൻമെന്റിലൂടെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായത്. അത് ഏത് അമെൻമെന്റ് വഴിയാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 42nd അമെൻമെന്റിലൂടെയാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായത്. എത്ര ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉള്ളത്? 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇപ്പോൾ ഉള്ളത്. ആദ്യം 10 ആയിരുന്നു, പിന്നെ ഒന്നും കൂടെ ആഡ് ചെയ്ത് 11 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പോൾ ഉള്ളത്. ആർട്ടിക്കിൾ ഏതാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ? ആർട്ടിക്കിൾ 51A ആണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഓപ്ഷൻ ബി 42nd അമെൻമെന്റ്. 42nd അമെൻമെന്റ് ഏത് വർഷമാണ്? 1976 42nd അമെൻമെന്റ് വരുന്നത്. അന്ന് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. The right to property, അടുത്ത ക്വസ്റ്റ്യൻ ആണ്. The right to property was deleted from the list of fundamental rights by which of the amendment of India? ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്ന റൈറ്റ് ടു പ്രോപ്പർട്ടി അത് ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ഒഴിവാക്കി ഡിലീറ്റ് ചെയ്തു. ഇപ്പോ അതൊരു ലീഗൽ റൈറ്റ് ആണ്, നിയമപരമായ ഒരു റൈറ്റ് ആണ് ഇപ്പോ റൈറ്റ് ടു പ്രോപ്പർട്ടി. അത് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്തത് ഏത് അമെൻമെന്റ് വഴിയാണ് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ 43rd അമെന്റ്മെന്റ്, ഓപ്ഷൻ ബി 41st അമെന്റ്മെന്റ്, ഓപ്ഷൻ സി 42nd അമെന്റ്മെന്റ്, ഓപ്ഷൻ ഡി 44th അമെന്റ്മെന്റ്. ഇത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 44th അമെന്റ്മെന്റിലൂടെയാണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റിൽ നിന്നും ഡിലീറ്റ് ചെയ്ത് ലീഗൽ റൈറ്റ് ആയി മാറ്റിയത്. ഇപ്പോ അതിന്റെ ആർട്ടിക്കിൾ 300A ആണ്, ഫണ്ടമെന്റൽ റൈറ്റ് അല്ല, ലീഗൽ റൈറ്റ് ആണ്. റൈറ്റ് ടു പ്രോപ്പർട്ടി 300A ആണ്. 44th അമെന്റ്മെന്റ് അത് ജനതാ പാർട്ടി ആയിരുന്നു, ജനതാ ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഭരണത്തിൽ ഉണ്ടായിരുന്നത്. മൊറാർജി ദേശായി ആയിരുന്നു പ്രധാനമന്ത്രി 1978. നേരത്തെ പറഞ്ഞത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്ത് 42nd അമെന്റ്മെന്റിലൂടെയാണ്. അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നൊക്കെ അറിയപ്പെടുന്നു. 42nd അമെന്റ്മെന്റ് 1976 ഇത് 44th അമെന്റ്മെന്റ് 1978. 2 വർഷം കഴിഞ്ഞ്. ഓപ്ഷൻ ഡി. ഇപ്പോ 300A ആണ് റൈറ്റ് ടു പ്രോപ്പർട്ടി ഉള്ളത്, ലീഗൽ റൈറ്റ് ആണത്. അടുത്ത ക്വസ്റ്റ്യൻ. ദ ലാഹോർ സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഡിക്ലെയർഡ് ടു സെലിബ്രേറ്റ് 26th January ആസ് ദ ഇൻഡിപെൻഡന്റ് ഡേ ഇൻ ദ ഇയർ ഡാഷ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷൻ ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് 26 ജനുവരി ഏത് വർഷമാണ് നടത്താൻ തീരുമാനിച്ചിരുന്നത്? 1930. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1930 ജനുവരി 26 ഇൻഡിപെൻഡൻസ് ഡേ ആയി നടത്താൻ തീരുമാനിച്ചിരുന്നത്. ആദ്യം തീരുമാനിച്ചിരുന്നത് അത് ലാഹോർ സെഷനിലാണ് പാസ്സാക്കിയത്. ലാഹോർ സെഷൻ 1929 ലാഹോർ സെഷനിലായിരുന്നു. ആ സമയത്ത് പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസ്സാക്കിയത് ഈ സെഷനിലാണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ് ആ സമയത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ലാഹോർ സെഷന്റെ പ്രസിഡന്റ്. ചെയർമാൻ ഒക്കെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ഈ 26 ജനുവരി 1930 നടത്താൻ തീരുമാനിച്ചത് ആ ദിവസത്തിന്റെ മെമ്മറി കൊണ്ടാണ് നമ്മൾ റിപ്പബ്ലിക് ഡേ 26 ജനുവരി ആക്കി മാറ്റിയത്. 6th question. Who replaced Sachidananda Sinha as chairman of the Constituent Assembly in India? സച്ചിദാനന്ദ സിൻഹയെ റീപ്ലേസ് ചെയ്ത് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പെർമനന്റ് ചെയർമാൻ ആയത് ആരായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു, ഓപ്ഷൻ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേൽ, ഓപ്ഷൻ ഡി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് കറക്റ്റ് ആൻസർ. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി 1946 ഡിസംബർ 6 രൂപീകൃതമായത്. 9 ആദ്യത്തെ മീറ്റിംഗ് ഉണ്ടായി. അന്ന് ടെമ്പററി പ്രസിഡന്റ് ആയിട്ട് സച്ചിദാനന്ദ സിൻഹയെ, ടെമ്പററി ചെയർമാൻ ആയിട്ട് സച്ചിദാനന്ദ സിൻഹയെ തെരഞ്ഞെടുത്തു. അതിനുശേഷം 11 ഡിസംബർ 11 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പെർമനന്റ് ചെയർമാൻ ആയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി തീരുമാനിക്കുന്നത്. 7th question. Who played a decisive role in the integration of the princely states of India? Integration of princely states of India. ആരാണ് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ഓഫ് ഇന്ത്യയിലെ ഒരു ഡിസിസീവ് റോൾ ചെയ്തത്? ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് യൂണിഫിക്കേഷൻ ആരുടെ പേരാണ് ഓർമ്മ വരുന്നത്? സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പോൾ ആൻസർ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇതിന്റെ ആൻസർ. നാഷണൽ യൂണിറ്റി ഡേ ഒക്കെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്ടോബർ 31. അപ്പോൾ ആൻസർ സർദാർ വല്ലഭായ് പട്ടേൽ. യൂണിഫിക്കേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. ഈ യൂണിഫിക്കേഷൻ ഓഫ് പ്രിൻസ്ലി സ്റ്റേറ്റിന്റെ സമയത്ത് സർദാർ വല്ലഭായ് പട്ടേലിനെ ഒരു മലയാളി ഹെൽപ്പ് ചെയ്യുകയുണ്ടായിരുന്നു. മലയാളിയുടെ ഒരു സഹായം ഉണ്ടായിരുന്നു. അതാണ് ആരായിരുന്നു ആ മലയാളി? വി മേനോനാണ്. വി പി മേനോനാണ് സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചത്. ഓപ്ഷൻ ബി. 8th question. As January 2019, what is the number of articles in Indian Constitution? As of January 2019. ജനുവരി 2019 പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ എക്സാം 2019 മാർച്ചിലായിരുന്നു നടന്നത്. മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് കുറെ ഷിഫ്റ്റുകളായിട്ടാണ് നടന്നത്. അപ്പോൾ അത് കറണ്ട് അഫയേഴ്സ് കൂടിയായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത്. പക്ഷെ ഇപ്പോഴും നമ്മുടെ ആർട്ടിക്കിളിന്റെ നമ്പർ സെയിം ആണ്, മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോഴും ഇതേ നമ്പർ തന്നെയാണ്. എത്ര നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് ഉണ്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ? ഓപ്ഷൻ എ 431, ഓപ്ഷൻ ബി 402, ഓപ്ഷൻ സി 448, ഓപ്ഷൻ ഡി 395. എത്ര ആർട്ടിക്കിൾ ആണുള്ളത്? ഓപ്ഷൻ
സി ആണ് കറക്റ്റ് ആൻസർ. 448 ആർട്ടിക്കിൾസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. 448 ആർട്ടിക്കിളുകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. അത് ആദ്യം കോൺസ്റ്റിറ്റ്യൂഷൻ രൂപീകൃതമായ സമയത്ത് 395 ആർട്ടിക്കിളുകളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ബാക്കി ആർട്ടിക്കിളുകൾ 48ഉം 53 ആർട്ടിക്കിളും കൂടെ ആഡ് ചെയ്ത് 448 ആർട്ടിക്കിളുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. 9th question. Inspired by the constitution of which of the given nations has India added the features of directive principles in its constitution? Directive principles of state policy. അത് ഏത് നാഷന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് കടമെടുത്തിരിക്കുന്നത്, ബോറോ ചെയ്തിരിക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ജർമ്മനി, ഓപ്ഷൻ സി അയർലാൻഡ്, ഓപ്ഷൻ ഡി റഷ്യ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, അയർലാൻഡ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഡി കഴിഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ഡി കഴിഞ്ഞാൽ IRE, അയർലാൻഡ്. അതിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ആൻസറിലേക്ക് എത്താം. അത് ഒരു കോഡ് പോലെ ഓർത്തിരിക്കേണ്ടതാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അത് ഞാനൊരു എളുപ്പവഴി പറഞ്ഞു തന്നതാണ്. അങ്ങനെ മനസ്സിൽ ഓർത്ത് വെച്ച് കഴിഞ്ഞാലും കിട്ടും. അത് എവിടെ നിന്നാണ് എടുത്തത്? DPSP എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി, അയർലാൻഡിൽ നിന്നാണ്. ഇനി നമുക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബോറോ ചെയ്ത കുറച്ച് ഫീച്ചേഴ്സ് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ്, കോൺസ്റ്റിറ്റ്യൂഷനുകളിൽ നിന്നാണ് ബോറോ ചെയ്തതെന്ന് നോക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. ഇവിടുന്ന് ഈ SSC GDക്ക് പല ഷിഫ്റ്റുകളിൽ പല ക്വസ്റ്റ്യനുകൾ ഈ സെക്ഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ SSCയുടെ എല്ലാ എക്സാമിനും ഈ ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. നമുക്ക് നോക്കാം. ഈ 2 സ്ലൈഡുകളാണ് ഇതുള്ളത്. അത് നിങ്ങൾ ഒന്നുകിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അല്ലെങ്കിൽ എഴുതി വെക്കുകയോ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. നമുക്ക് നോക്കാം. ഓഫീസ് ഓഫ് ഗവർണർ, ഫെഡറൽ കോർട്ട്, PSCs, എമർജൻസി, ഇതൊക്കെ എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നാണ് ഇതെല്ലാം എടുത്തിരിക്കുന്നത്. ഓഫീസ് ഓഫ് ഗവർണർ, ഫെഡറൽ കോർട്ട്, PSCs, എമർജൻസി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സുകൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കടമെടുത്തിരിക്കുന്നത്. അതുകൂടി ഓർത്തു വെക്കണം. അതിൽ ചില ഇമ്പോർട്ടന്റ് ആണ് ഈ 4 പറഞ്ഞത്. അടുത്തത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ഫങ്ഷൻസ് ഓഫ് വൈസ് പ്രസിഡന്റ്. ഇത് കടമെടുത്തിരിക്കുന്നത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സ് അവരുടെ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് എടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സ്, പ്രിയാമ്പിൾ എന്ന് പറഞ്ഞാൽ അറിയില്ല, ആമുഖം, ജുഡീഷ്യൽ റിവ്യൂ, ഇംപീച്ച്മെന്റ്, ഫങ്ഷൻ ഓഫ് വൈസ് പ്രസിഡന്റ്, ഇതെല്ലാം എടുത്തിരിക്കുന്നത് USA കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓഫീസ് ഓഫ് CAG, റിട്സ്, ഇതെല്ലാം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത്. പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, റൂൾ ഓഫ് ലോ, സിംഗിൾ സിറ്റിസൺഷിപ്പ്, ഓഫീസ് ഓഫ് CAG, റിട്സ്. അടുത്തത് DPSP, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു ദ രാജ്യസഭ. ഇത് ഓൾറെഡി പറഞ്ഞാണ്. DPSP ഡയറക്ട്ലി പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എടുത്തിരിക്കുന്നത് അയർലാൻഡിലാണ്. DPSP, പ്രസിഡൻഷ്യൽ ഇലക്ഷൻ, നോമിനേഷൻ ഓഫ് മെമ്പേഴ്സ് ടു രാജ്യസഭ, ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അടുത്തത് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. എമർജൻസിയുടെ സമയത്ത് ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഇത് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ഇത് ജർമ്മനിയുടെ വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനാണ് കടമെടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ ഓർത്ത് വെക്കണം, എമർജൻസി എടുത്തിരിക്കുന്നത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നും, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി എടുത്തിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നുമാണ്. അത് രണ്ടും മാറിപ്പോകാതെ നോക്കണം. ഫണ്ടമെന്റൽ റൈറ്റ് ഏതൊക്കെയാണ്? ഫണ്ടമെന്റൽ റൈറ്റ് ആർട്ടിക്കിൾ 12 മുതൽ ആർട്ടിക്കിൾ 35 വരെയാണ് ഫണ്ടമെന്റൽ റൈറ്റ്. അതിൽ ആർട്ടിക്കിൾ 20, 21 ഒഴികെ ബാക്കി എല്ലാ ഫണ്ടമെന്റൽ റൈറ്റും സസ്പെൻഡ് ചെയ്യപ്പെടും. ആർട്ടിക്കിൾ 20 and 21 റൈറ്റ് ടു ലിവ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതൊഴികെ ബാക്കി ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാം സസ്പെൻഡ് ചെയ്യപ്പെടും. അടുത്തത് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ, റെസിഡ്യൂറി പവേഴ്സ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇതെല്ലാം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? കാനഡയിൽ നിന്നാണ്. ഈ 3ഉം കടമെടുത്തിരിക്കുന്നത്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റും കാനഡയിൽ നിന്നാണ്. റെസിഡ്യൂറി പവർ, ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ ഓൾസോ. പിന്നെ കൺകറന്റ് ലിസ്റ്റ്, ജോയിന്റ് സിറ്റിംഗ്, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, ഇത് 3ഉം നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതായത് സ്റ്റേറ്റ് ലിസ്റ്റും യൂണിയൻ ലിസ്റ്റും കാനഡയിൽ നിന്നും, കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നുമാണ്. അത് നോക്കി വെക്കണം.
പിന്നെ അടുത്തത് അമെൻമെന്റ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 5-year പ്ലാൻ, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. ഈ മൂന്നും എടുത്തിരിക്കുന്നത് റഷ്യ, അതായത് യുഎസ്എസ്ആറിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, 5-year പ്ലാൻ, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി ഈ മൂന്നും നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത്. അടുത്തത് റിപ്പബ്ലിക് ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ബോറോ ചെയ്തത്. പിന്നെ ലാസ്റ്റ് വൺ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ, അത് ജപ്പാന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടമെടുത്തിരിക്കുന്നത്. ജപ്പാൻ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 10th question. What was the appropriate distance that Mahatma Gandhi marched for the Salt Satyagraha movement? സാൾട്ട് സത്യാഗ്രഹ, ഉപ്പ് സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധി എത്ര ഡിസ്റ്റൻസ് ആണ് കാൽനടയായിട്ട് മൂവ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. അത് അങ്ങനെ ക്വസ്റ്റ്യൻസ് ഈ ക്വസ്റ്റ്യൻസ് അധികം കണ്ടുവന്നിട്ടില്ല, പക്ഷെ കഴിഞ്ഞ SSC GD ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യനും വരാം. എത്ര ഡിസ്റ്റൻസ്, അപ്രോപ്രിയേറ്റ് ഡിസ്റ്റൻസ് ആണ് മഹാത്മാഗാന്ധി കാൽനടയായി ഉപ്പ് സത്യാഗ്രഹത്തിന് മൂവ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 241 മൈൽസ്, ഓപ്ഷൻ ബി 350 മൈൽസ്, ഓപ്ഷൻ സി 400 മൈൽസ്, ഓപ്ഷൻ ഡി 123 മൈൽ. എത്ര മൈലാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. 241 മൈൽസ് ആണ് ഗാന്ധിജി കാൽനടയായിട്ട് യാത്ര ചെയ്തത്. അതായത് മൈൽസിലാണ് ആൻസർ ഉള്ളത്. ഇനിയിപ്പോ കിലോമീറ്ററിലാണെങ്കിൽ അറിയാലോ, കൺവേർട്ട് ചെയ്യാൻ അറിയാലോ. ഒരു മൈൽ എന്ന് പറയുന്നത് 1.6 കിലോമീറ്റർ ആണ്. അപ്പം 241 ഇൻറ്റു 1.6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിലോമീറ്ററിൽ ആൻസർ കിട്ടും. എവിടെ മുതൽ എവിടെ വരെയാണ് ഗാന്ധിജി സാൾട്ട് സത്യാഗ്രഹയിൽ യാത്ര ചെയ്തത്? സബർമതി ആശ്രമം മുതൽ ദണ്ഡി വരെ മഹാത്മാഗാന്ധി യാത്ര ചെയ്യുകയുണ്ടായി. ഇനി 11ാമത്തെ ക്വസ്റ്റ്യൻ. വാട്ട് ഡസ് ദ 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഡീൽ വിത്ത്? 103ാമത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് എന്താണ് ഡീൽ ചെയ്തിരിക്കുന്നത്? ഓപ്ഷൻ എ വുമൺ റിസർവേഷൻ, ഓപ്ഷൻ ബി എക്കണോമിക് റിസർവേഷൻ, ഓപ്ഷൻ സി റൈറ്റ് ടു എഡ്യൂക്കേഷൻ, ഓപ്ഷൻ ഡി റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, എക്കണോമിക് റിസർവേഷൻ. എലിജിബിലിറ്റി വീക്കർ സെക്ഷൻ, EWS റിസർവേഷൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് ആണ് 103rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഡീൽ വിത്ത്, EWS. ഇത് ഇപ്പോ ഈ അടുത്താണ് ഈ 103rd അമെൻമെന്റ് ഉണ്ടായത്. പിന്നെ ഇപ്പോ ടോട്ടൽ അമെൻമെന്റ്സ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എത്രയുണ്ട്? 105 അമെൻമെന്റ് ആണ് ആസ് ഓഫ് നൗ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളത്. 2021 ഓഗസ്റ്റിലായിരുന്നു 105ാമത്തെ അമെൻമെന്റ്. 101ാമത്തെ അമെൻമെന്റ് ഏതാണ്? GST ആണ് 101ാമത്തെ അമെൻമെന്റ്. അതൊക്കെ മുൻ വർഷത്തെ SSCയുടെ വിവിധ എക്സാമുകൾ ചോദിച്ചതാണ്. കറണ്ട് അഫയേഴ്സ് ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ആസ് ഓഫ് നൗ 105 അമെൻമെന്റ്സ് ആണ് ഇപ്പോൾ ഉള്ളത്. ഈ 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റൻഷൻ ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് വിത്തൗട്ട് ട്രയൽ ഫോർ 2 years വാസ് എ ഫീച്ചർ ഓഫ്. പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ ട്രയൽ കൂടാതെ, അതായത് വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാം. ഇത് ഏത് നിയമത്തിന്റെ ഭാഗമാണ്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റൗലത്ത് ആക്ട്. റൗലത്ത് ആക്ടിലൂടെയാണ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ വിചാരണ കൂടാതെ 2 വർഷം വരെ തടവിൽ വെക്കാനുള്ള ഫീച്ചർ ഉണ്ടായിരുന്നത്. റൗലത്ത് ആക്ട്, ഗാന്ധിജിനെ ബ്ലാക്ക് ആക്ട് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒഫീഷ്യൽ നെയിം അനാർക്കിക്കൽ ആൻഡ് റവല്യൂഷണറി ക്രൈംസ് ആക്ട് എന്നാണ്, റൗലത്ത് ആക്ട്. ഇത് 1919 ഫെബ്രുവരി 6-ാം തീയതിയാണ് പാസ് ചെയ്തത്. 1919 ഫെബ്രുവരി 6-ന് ഈ റൗലത്ത് ആക്ടിനെ പ്രതിഷേധിച്ചിട്ടൊക്കെയാണ് ജാലിയൻ വാലാബാഗ് മസാക്കർ ഒക്കെ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ഒക്കെ നടന്നത്. റൗലത്ത് ആക്ട്. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു.